അപ്പോൾ നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ ആണ് ദ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന രണ്ട് ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി മെയിനായിട്ട് പഠിക്കുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 4 ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് എന്താ? എസ് ബ്ലോക്ക്, സെക്കൻഡ് പി ബ്ലോക്ക്, തേർഡ് ഡി ബ്ലോക്ക്, ഫോർത്ത് എഫ് ബ്ലോക്ക്. അതിൽ എസിനെയും പിന്നെയും പറ്റി നമുക്ക് പഠിക്കുകയില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഡിയും എഫും ബ്ലോക്കിനെ പറ്റിയേ പഠിക്കാനുള്ളത്. ഇനി ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ സെക്ഷനിൽ പഠിക്കാനുള്ളത്. എഫ് ബ്ലോക്ക് ഏറ്റവും ലാസ്റ്റ് ചെറിയ സെക്ഷനിൽ മാത്രമേ പഠിക്കുകയുള്ളൂ. So moving on to the introduction part. So the D block elements are the elements from group number 3 to group number 12 in the modern periodic table. അതായത് modern periodic table നോക്കിയാൽ അതിൽ group number total number of groups എന്തായിരിക്കും? 18 ആയിരിക്കും. 18 groups ആണ് modern periodic table ഉള്ളത്. അതിൽ group number 3 to group number 12 വരെയുള്ള elements ആയിരിക്കുന്നത് D block elements. ഇനി why the name D block? എന്തുകൊണ്ട് D block എന്ന നെയിം വന്നു? So the reason is that the last electrons enters to the penultimate d subshell. അതായത് penultimate എന്ന് വെച്ചാൽ second last പൊസിഷനിലുള്ള d subshell എന്ത് ചെയ്യും? അതിൽ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻറ്റർ ചെയ്യും. അതുകൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത്? D block elements എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ D block elements എന്താ ചെയ്തേക്കുന്നത്? They are placed in between എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക്. എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തേക്കുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. എസ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് നമ്പർ 1 to 2. 1ഉം 2ഉം ആണ് എസ് ബ്ലോക്ക്. പി എന്ന് വെച്ചാൽ 30 into 18. അപ്പൊ ഈ 1, 2 ആ ബ്ലോക്കിന്റെയും 13 to 18 ആ ബ്ലോക്കിന്റെയും ഇടയ്ക്കാണ് എന്ത് വരുന്നത്? ബ്ലോക്ക് ഗ്രൂപ്പ് നമ്പർ 3 to ഗ്രൂപ്പ് നമ്പർ 12. അപ്പൊ എസിന്റെയും പിന്റെ ഇടയ്ക്ക് എന്ത് വെച്ചേക്കുക? ഡി ബ്ലോക്ക് എലമെന്റ്സ് വെച്ചേക്കുക. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വെച്ചാൽ ഒരുവിധമുള്ള എല്ലാ സംഭവം എന്തായിരിക്കും? മെറ്റൽസ് ആയിരിക്കും. അത് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്താൽ അവിടെ എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇലക്ട്രോൺസ് പോയാൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എസ് ബ്ലോക്ക് മെറ്റൽസിൽ നിന്ന് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള പി ബ്ലോക്ക് നോൺ മെറ്റൽസിലേക്കുള്ള ട്രാൻസിഷൻ എവിടെ സംഭവിക്കുന്നത്? ഡി ബ്ലോക്കിൽ സംഭവിക്കുന്നത്. അതാ ഇവിടെ കാണിച്ചേക്കുന്നത് എന്താണ്? The transition from, they show a regular transition from highly electropositive metals of S block elements to less electropositive P block elements. അതായത് highly electropositive ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ ടെൻഡൻസി കൂടിയ S block മെറ്റൽസിൽ നിന്നും എന്താണ്? ലെസ് ഇലക്ട്രോപോസിറ്റീവ്, അതായത് ലെസ് ഇലക്ട്രോപോസിറ്റീവ് എന്ന് വെച്ചാൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള പി ബ്ലോക്ക് നോൺ മെറ്റൽസ് അതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആണ് എവിടെ നടക്കുന്നത്? ഡി ബ്ലോക്കിൽ നടക്കുന്നത്. അതുകൊണ്ട് സോ ദേ ആർ കോൾഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പൊ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, വിച്ച് ബ്ലോക്ക് എലമെന്റ്സ് ആർ കോൾഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്? അപ്പൊ എന്തായിരിക്കും? ഡി ബ്ലോക്ക് ആയിരിക്കും അതിന്റെ ആൻസർ. So transition elements can be defined as the elements which contain partially filled d orbitals in their atomic state or in any other oxidation state. അതായത് ഡി സബ്ഷെൽ അല്ലെങ്കിൽ ഡി ഓർബിറ്റലിൽ എന്തായിരിക്കണം? പാർഷ്യലി ഫിൽഡ് എന്തുണ്ടായിരിക്കണം? ഡി സബ്ഷെൽ, അതായത് ഇലക്ട്രോൺസ് എന്തായിരിക്കണം? പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കത്തുള്ളൂ? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ n-1 d 1 to 10, അതായത് 1 മുതൽ 10 വരെ. അതിനുശേഷം ns2. ഇതാണ് എന്ത്? പെനൾട്ടിമേറ്റ് പൊസിഷൻ, സെക്കൻഡ് ലാസ്റ്റ് പൊസിഷൻ ആണ് ഡി. ഇവിടെയാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആവുന്നത്. അപ്പൊ ഇവിടുത്തെ എസ് ഫിൽ ആയതിനു ശേഷം എന്ത് ചെയ്യും? ലാസ്റ്റ് ഇലക്ട്രോൺ ഇവിടെ വന്ന് ഫിൽ ആവും. ഇനി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. n-1 d 1 to 10. ഡിയിൽ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം? ഒരു ഇലക്ട്രോൺ തൊട്ട് 10 ഇലക്ട്രോൺസ് വരെ എന്ത് ചെയ്യും? ഡി സബ്ഷെല്ലിൽ ഫിൽ ആവും. അതിനുശേഷം ns2. അപ്പൊ n-1 d മുകളിൽ 1 to 10, ഈ 10 മാറ്റിട്ട് അവിടെ 1 to 10 ns2. അതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ എന്ത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പക്ഷേ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? എലമെന്റ്സ് വിച്ച് കണ്ടെയ്ൻ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. അതായത് പാർഷ്യലി എന്താവാവൂ? ഈ ഡി സബ്ഷെല്ലിൽ ഫിൽ ആവാവൂ. അതായത് എന്താവാൻ പാടില്ല? 10 ആയി കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് വിളിക്കത്തില്ല? ഡി ബ്ലോക്ക് എലമെന്റ്, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കത്തില്ല.
അപ്പോൾ ദിസ് ഡെഫിനിഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. ഈ 3 എലമെന്റ്സ് എന്തെന്ന് വിളിക്കത്തില്ല? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കത്തില്ല. പക്ഷെ അവരെന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പൊ എക്സാമിന് ചോദിക്കാം, സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഈ 3 സംഭവം എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്, ബട്ട് ദേ ആർ നോട്ട് കോൾഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. എന്തുകൊണ്ട് അവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നില്ല ചോദിക്കാം. അപ്പൊ എന്താണ് ഈ 3 സംഭവം നോക്കിയാലും ഈ 3 എലമെന്റ്സിന്റെ എന്ത് ഡി സബ്ഷെല്ലില് 10 ഇലക്ട്രോൺസ് ഫിൽ ആണ്. അതായത് ഇത് പാർഷ്യലി ഫിൽഡ് അല്ല, ഇതെന്താണ് ഫുള്ളി ഫിൽഡ് ആണ്. അപ്പൊ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഡി ബ്ലോക്ക് എലമെന്റ്സിനെ എന്തെന്ന് വിളിക്കത്തില്ല? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കത്തില്ല. അപ്പൊ അതിന്റെ റീസൺ ചോദിക്കാം. ഇനി അടുത്ത എന്താ? The orbitals in these elements are completely filled in ground state as well as in the common oxidation state. So they are not regarded as transition elements. അതായത് ഇതിന്റെ ഏത് സ്റ്റേറ്റിൽ നോക്കിയാലും എന്തായിരിക്കും? അതിന്റെ ഡി സബ്ഷെൽ അല്ലെങ്കിൽ ഡി ഓർബിറ്റൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. സോ ഡി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കത്തില്ല? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കത്തില്ല. ഇനി പക്ഷേ അതെന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. നമ്മൾ പഠിച്ചത് എന്താ? ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഇനി ഇവിടെ ട്രാൻസിഷൻ എലമെന്റ് അല്ലാത്ത എന്തുകൊണ്ടാ? അത് പാർഷ്യലി ഫിൽഡ് അല്ല, പകരം ഫുള്ളി ഫിൽഡ് ആണ്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കും? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. സ്യൂഡോ മീൻസ് ഫാൾസ്, തെറ്റായിട്ടുള്ള ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പൊ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഈ 3 എലമെന്റ്സിനെ എന്തെന്നാ വിളിക്കുന്നത്? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. ആൻഡ് ഓൾ അതർ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ കോൾഡ് ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ഇനി ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ടേബിൾ. ഇതാണ് എസ് ബ്ലോക്ക്. ഈ 1ഉം ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും ഇതാണ് എസ് ബ്ലോക്ക്. ഇനി ഈ 13 തൊട്ട് 18 വരെയുള്ള ഇത്രയും ഗ്രൂപ്പുകൾ ചേരുന്നതാണ് ഇത്രയും സംഭവം. ഇതാണ് പി ബ്ലോക്ക്. ഇത്രയും സംഭവമാണ് പി ബ്ലോക്ക്. ഈ എസിന്റെയും പിയുടെ ഇടയ്ക്കാണ് എന്ത് വെച്ചേക്കുന്നത്? ഡി ബ്ലോക്ക് കൊണ്ടുവച്ചേക്കുന്നത്. ഇനി ഡി ബ്ലോക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താ? ഇവിടെ ഫസ്റ്റ് സീരീസ്, ഇവിടെ സെക്കൻഡ്, ഇവിടെ തേർഡ്, ഇവിടെ ഫോർത്ത്. 4 സീരീസ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡി ബ്ലോക്കിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് സീരീസിനെ എന്തെന്ന് വിളിക്കും? 3D സീരീസ്. അതായത് ഈ എലമെന്റ്സ്, ഇവിടെയുള്ള എലമെന്റ്സിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ആവുന്നത് 3D സബ്ഷെല്ലിലായിരിക്കും. അതായത് 3D എന്ന് പറയുന്ന സബ്ഷെല്ലിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഫസ്റ്റ് ഈ സീരീസിലെ എലമെന്റ്സിലെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആവുന്നത്. അതേപോലെ ഇവിടെ ആകുമ്പോൾ 4D, 5D, 6D. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സിനെ 4 സീരീസ് ആയിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് 6D സീരീസ്. ഇനി ഈ 6D സീരീസ്, ഈ സംഭവം, ഈ 6D സീരീസ് ഇതെന്തല്ല? കംപ്ലീറ്റ് അല്ല, അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അപ്പൊ അതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇനിയും പുതിയതായിട്ട് എലമെന്റ്സിനെ കണ്ടുപിടിക്കാം, ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കണ്ടുപിടിക്കാം. അതുകൊണ്ട് ആ 6D സീരീസ് എന്താക്കിയിട്ടേക്കാണ്? ഇൻകംപ്ലീറ്റ് ആക്കിയിട്ടേക്കാണ്. ഇനി ഈ സംഭവം നോക്കുമ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ലന്താനം. ലന്താനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഒരു എലമെന്റ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ആക്ടിനിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? 2 ബ്ലോക്കിനെ കട്ട് ചെയ്ത് താഴെ കൊണ്ടുവച്ചേക്കുക. അതായത് ഡി ബ്ലോക്ക്, അതായത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് എന്ത് ചെയ്തു? താഴേക്ക് കൊണ്ടുവച്ചു. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ താഴേക്ക് കൊണ്ടുവച്ചത് എന്തെന്ന് വെച്ചാൽ, ഇതിലെ ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത് പുതിയതായിട്ടുണ്ടായ ഒരു സബ്ഷെൽ, അതായത് എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. അതുകൊണ്ട് ഈ ബ്ലോക്ക് എലമെന്റ്സിനെ എന്തെന്ന് വിളിക്കും? എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. ഇനി ഇതാണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇതിൽ ഫസ്റ്റ് സംഭവം, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലാന്തനോയിഡ്സ്. ഇതാണ് ആക്ടിനോയിഡ്സ്. ഇനി എന്തുകൊണ്ടാണ് ലാന്തനോയിഡ്സ്, എന്തുകൊണ്ടാണ് ആക്ടിനോയിഡ്സ്? ഇത് ലന്താനം എന്ന് പറയുന്ന എലമെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ലാന്തനോയിഡ്സ് എന്നും, ആക്ടിനിയം എന്ന് പറയുന്ന എലമെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ആക്ടിനിയം എന്ന് പറയുന്ന എലമെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ആക്ടിനോയിഡ്സ് എന്നും വിളിക്കുന്നു.
ഇനി നമ്മുടെ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഇതെല്ലാം എന്താണ്? അയൺ, കോപ്പർ അതെല്ലാം എന്തായിരിക്കും? നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് ആയിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. അപ്പൊ എക്സാമിന് ചോദിക്കാൻ പറ്റിയ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ തൊട്ടാണ്. എന്താണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്? അപ്പൊ ഫസ്റ്റ് വൺ ആണ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ. എന്ന് വെച്ചാൽ എന്താ? അറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും. അപ്പൊ നമുക്ക് അത് നോക്കുമ്പോൾ സോ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് അതായത് നമ്മുടെ ട്രാൻസിഷൻ സീരീസ് നോക്കിയാൽ, ഒരു പീരീഡ് നോക്കിയാൽ ആ പീരീഡിൽ എങ്ങനെ ചേഞ്ച് ആവുന്നു അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ് എങ്ങനെ ചേഞ്ച് ആവുന്നു. അപ്പൊ അറ്റോമിക് റേഡിയസ് ആയാലും അയോണിക് റേഡിയസ് ആയാലും ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യും? അറ്റോമിക് റേഡിയസും അയോണിക് റേഡിയസും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് സൈസ് എന്താവും? റെഡ്യൂസ് ആവും. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അറ്റോമിക് റേഡിയസോ അയോണിക് റേഡിയസോ രണ്ടായാലും ഡിക്രീസ് ചെയ്യും. എന്നിട്ട് മധ്യഭാഗത്തൊക്കെ എത്തുമ്പോൾ എന്താവും? കോൺസ്റ്റന്റ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? കുറച്ചുകൂടി കഴിയുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് പോകും. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാകുന്നത്? നമ്മൾ ഏറ്റവും ആദ്യം നോക്കുമ്പോൾ എന്താ? ഡി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തേ കാണത്തുള്ളൂ? ഡി സബ്ഷനിൽ ഒറ്റ ഇലക്ട്രോണേ കാണത്തുള്ളൂ. അങ്ങോട്ട് പോകുന്നതോറും എന്ത് സംഭവിക്കും? 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ അങ്ങനെ പോയി 10 ഇലക്ട്രോൺ ആവും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എന്തേ ഉള്ളൂ? ഡിയിൽ കുറച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യത്തില്ല? ആ ന്യൂക്ലിയസ് എന്ത് ചെയ്യത്തില്ല? ആ ഇലക്ട്രോണെ ശക്തിക്കൊന്നും പിടിച്ച് വലിക്കത്തില്ല. കാര്യം ഡി ബ്ലോക്കിന് പ്രത്യേകതയുണ്ട്. എന്താണ്? ഡിയിലെ ഇലക്ട്രോൺസ് ഡിയിൽ കുറച്ച് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നു തുടങ്ങിയാൽ ആ ഡി സബ്ഷനിൽ എന്ത് ചെയ്യും? ന്യൂക്ലിയസിന്റെ ചാർജിനെ, ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിനെ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും, തടയും. പക്ഷേ ഇവിടെ എന്തേ ഉള്ളൂ? ഡിയിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഒറ്റ ഇലക്ട്രോണേ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? വലിയ ഷീൽഡിങ് എഫക്റ്റ് കാണത്തില്ല. ന്യൂക്ലിയസിന്റെ എന്ത് കാണത്തില്ല? ഷീൽഡിങ് എഫക്റ്റ് കാണത്തില്ല. അപ്പൊ ഒരു ഇലക്ട്രോൺ ഉള്ളപ്പോൾ എന്ത് കാണത്തില്ല? ഒട്ടും ഷീൽഡിങ് എഫക്റ്റ് കാണത്തില്ല. പിന്നെ എന്താണ്? 2 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ അങ്ങനെ ആകും തോറും എന്ത് സംഭവിക്കും? പതുക്കെ പതുക്കെ ആറ്റത്തിന്റെ സൈസ്, അതായത് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണ് ഫസ്റ്റ് നോക്കുമ്പോൾ എന്താ? ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഒറ്റ ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ആ ഇലക്ട്രോണെ എന്ത് ചെയ്യും? ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യും. 2 ഇലക്ട്രോൺ ആകുമ്പോൾ എന്ത് ചെയ്യും? 2 വശത്തു നിന്ന് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പൊ സൈസ് എന്താവും? റെഡ്യൂസ് ആവും. 3 ഇലക്ട്രോൺ ആകുമ്പോൾ എന്ത് ചെയ്യും? 3 വശത്തു നിന്നും അട്രാക്ട് ചെയ്യും. അപ്പൊ സൈസ് എന്ത് ചെയ്യും? വീണ്ടും റെഡ്യൂസ് ആവും. ഇങ്ങനെ റെഡ്യൂസ് ആയി ഏകദേശം 5 ഇലക്ട്രോൺസ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഡിയിൽ 5 ആയി. ഡിയിൽ 5 എന്ന് വെച്ചാൽ എന്താ? ഹാഫ് ഫിൽഡ് ആണ്. അപ്പൊ ഹാഫ് ഫിൽഡ് ഓർബിറ്റിലായ അവിടെ എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. സ്റ്റെബിലിറ്റി കിട്ടിയാൽ അവിടുത്തെ എന്താവും? സൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പൊ D5 ഒക്കെ ആവുമ്പോൾ എന്താവും? അതിന്റെ സൈസ് കോൺസ്റ്റന്റ് ആവും. അപ്പൊ ഇനിഷ്യലി ഡിക്രീസ് ആവുന്ന എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നുണ്ട്. അതുമല്ല ഷീൽഡിങ് എഫക്റ്റ് എന്താ? വളരെ കുറവാണ്. അപ്പൊ ഡിയിൽ കുറച്ച് ഇലക്ട്രോൺസേ ഉള്ളൂ. അതുകൊണ്ട് ഷീൽഡിങ് എഫക്റ്റ് കുറവാണ്. പിന്നെന്താണ്? സമയം കഴിയും തോറും എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യും. കാര്യം എന്താണ്? അവിടെ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ പിടിച്ച് അട്രാക്ട് ചെയ്യും. അപ്പൊ സൈസ് കുറയും. ഏകദേശം മധ്യത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കും? ആ ന്യൂക്ലിയർ ചാർജ് കൂടുമെങ്കിലും അവിടെ എന്ത് സംഭവിക്കും? ഷീൽഡിങ് എഫക്റ്റ് സംഭവിക്കും. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് മധ്യത്തെത്തും എത്തുമ്പോൾ ഹൈ ആണ്. അപ്പോൾ ആ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? കുറച്ചുകൂടി ഹൈ ആയിട്ട് പിടിച്ച് അട്രാക്ട് ചെയ്യണം. പക്ഷേ ഇലക്ട്രോൺസിന്റെ എണ്ണം അവിടെ കൂടുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ആ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ പിടിച്ചു വലിയില്ല, അട്രാക്റ്റീവ് ഫോഴ്സ് അതിനെന്ത് ചെയ്യും? ഷീൽഡ് ചെയ്യും, തടയുമ്പോൾ എന്താണ്? സൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതാണ് മിഡിലില് സൈസ് കോൺസ്റ്റന്റ് ആവാനുള്ള റീസൺ. ഇനി വീണ്ടും ഇലക്ട്രോൺസ് ആഡ് ചെയ്താൽ അതെന്താവും? ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായിട്ട് അവിടെ എന്താവും? അറ്റോമിക് സൈസും അയോണിക് സൈസും എന്താവും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതാണ് അറ്റോമിക് റേഡിയസിന്റെയും അയോണിക് റേഡിയസിന്റെയും വേരിയേഷൻ. ഇനി പഠിക്കാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഒരു പോർഷൻ ആണ്. ഈ സംഭവം നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് പഠിക്കും. അപ്പൊ ആ സംഭവം ഇപ്പൊ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ നമുക്ക് ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ പഠിക്കാം. ഇതാണ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയന്റെ വേരിയേഷൻ.
ഇനിഷ്യലി എന്താണ് സൈസ് റെഡ്യൂസ് ആകുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയസിന്റെ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടും, എന്ത് സംഭവിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്നതുകൊണ്ട് തന്നെ എന്താവും? സൈസ് റെഡ്യൂസ് ആവും. ഏകദേശം മധ്യത്തെത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയർ ചാർജ് കൂടും. പക്ഷെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് എന്ത് ചെയ്യും? ഷീൽഡിങ് എഫക്ട് ബാലൻസ് ചെയ്യും. അതായത് ന്യൂക്ലിയസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? ഷീൽഡിങ് എഫക്ട് ഷീൽഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്? അത്രയ്ക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എഫക്ട് ആവത്തില്ല. ലാസ്റ്റ് എന്താണ്? എന്തുകൊണ്ട് സൈസ് കൂടുന്നു? അവിടെ ഇലക്ട്രോൺ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകുന്നതുകൊണ്ട് സൈസ് ഉണ്ടാകുന്നു, എൻലാർജ് ആവുന്നു. ഇതാണ് അറ്റോമിക് റേഡിയസിന്റെയും അയോണിക് റേഡിയസിന്റെയും വേരിയേഷൻ. ഇത് ബാക്കിൽ